ഈ യോഗത്തിന്റെ അധ്യക്ഷൻ ഡോക്ടർ മുഹമ്മദ് സാഹിബ്, അതുപോലെ തന്നെ ഇവിടെ സ്വാഗതം പറഞ്ഞ നമ്മുടെ പ്രിയങ്കനായ നമ്മുടെ ഇന്ന് പ്രകാശനം ചെയ്യുന്ന കൃതിയുടെ കർത്താവായ AT അലിക്കാം, ഇതിന്റെ ആമുഖ ഭാഷണം നടത്തിയ നജീബ്, ഇവിടെ പ്രകാശനം ചെയ്യുന്ന റഹ്മാൻ പോക്കർ, അതുപോലെ തന്നെ ഈ സദസ്സിലിരിക്കുന്ന വിശിഷ്ട അതിഥികളെ, കാരണവന്മാരെ, എല്ലാവർക്കും നമസ്കാരം. ഇവിടെ ഈ ഗ്രന്ഥത്തെക്കുറിച്ചും ആ ഗ്രന്ഥത്തിൽ പ്രതിപാദിക്കാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ചും വളരെ വിശദമായ ഒരു ചിത്രം നമുക്ക് ഇവിടെ നൽകുകയുണ്ടായി. അദ്ദേഹത്തിന്റെ മകളും വാനിയയും അതേപോലെ തന്നെ അലിക്കായും നജീബും ഒക്കെ അതിൽ വളരെ വിശദമായി സംസാരിക്കേണ്ടത്. നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു കാര്യം തീരുമാനിച്ചു കഴിഞ്ഞാൽ അത് നടക്കണം എന്നുള്ള ഒരു നിശ്ചയദാർഢ്യം ഉള്ള ഒരു മനുഷ്യനാണ് അലിക്ക. എന്ത് ത്യാഗം സഹിച്ചാലും അത് നേടിയെടുക്കും. അത് അദ്ദേഹത്തിന്റെ ഒരു പ്രകൃതമാണ്. അത് തെറ്റുണ്ടാകാം, ശരിയുണ്ടാകാം. എന്തായാലും അദ്ദേഹത്തിന് ബോധ്യമായ ഒരു സംഗതി, അതിന്റെ അവസാനം വരെ പോകുന്ന ഒരു പ്രകൃതം അദ്ദേഹത്തിനുണ്ട്. അത് സാമൂഹ്യ സാംസ്കാരിക മേഖലയിലായാലും സാഹിത്യ മേഖലയിലായാലും അതുപോലെ തന്നെ കുടുംബപരമായ പ്രശ്നങ്ങളിലായാലും എല്ലാം അദ്ദേഹത്തിന്റെ കയ്യൊപ്പ് ചാർത്തുമ്പോൾ അദ്ദേഹത്തിന്റെ ഒരു നിശ്ചയദാർഢ്യമാണ് എനിക്ക് എപ്പോഴും എടുത്തു പറയാനുള്ള ഒരു സംഗതി, എന്നെ അത്ഭുതപ്പെടുത്തുന്ന ഒരു സംഗതി. ഞങ്ങള് ഈ എഴുത്തുമായി ബന്ധപ്പെട്ട് പല കാര്യങ്ങളും ചർച്ച ചെയ്യാറുണ്ട്. ഞാൻ ഒരു പുസ്തകം എഴുതിയതിനു ശേഷം ആണ് അദ്ദേഹം അതുമായി ബന്ധപ്പെട്ട എഴുത്തിന്റെ ചില കാര്യങ്ങളൊക്കെ നമ്മൾ ചോദിക്കുന്നതും പറയുന്നതും. അപ്പൊ അന്നൊക്കെ നമ്മളെ ചിന്ത അല്ലെങ്കിൽ നമുക്കൊക്കെ എഴുതാൻ അറിയില്ല എന്ന്, അല്ലെങ്കിൽ അങ്ങനെ ഒരു സാഹിത്യ പാരമ്പര്യം എന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാവില്ല. അപ്പൊ സ്വാഭാവികമായിട്ടും മറ്റൊരാളുടെ സഹായം ഉണ്ടാകണം എന്നുള്ള ഒരു ചിന്തയായിരുന്നു ആദ്യം ഉണ്ടായിരുന്നു. അങ്ങനെ അദ്ദേഹവും അങ്ങനെ ചിന്തിച്ചിരുന്നു. പക്ഷെ പിന്നീട് അത് അങ്ങനെയല്ല, നമ്മൾ തന്നെ എഴുതിയാൽ, ഞാനും അതങ്ങനെ ചിന്തിച്ചിരുന്നു. ഞാനൊരു 20-ൽ പരം വകുപ്പുകളിലൂടെ കയറി ഇറങ്ങിയപ്പോൾ എനിക്ക് അനുഭവപ്പെട്ട സർവീസ് അനുഭവങ്ങൾ എഴുതണമെന്ന് നമ്മുടെ ചീഫ് സെക്രട്ടറി അടക്കത്തിൽ പിന്നെ എല്ലാവരും നമ്മളോട് ആവശ്യപ്പെടുകയാണ്. ആർക്കും ഉണ്ടാകാത്ത ഒരു അനുഭവമാണ് നിങ്ങൾക്ക് ഉണ്ടാകുന്നത്, നിങ്ങൾ എന്തായാലും പകർത്തണം. പക്ഷെ നമുക്ക് എങ്ങനെ എഴുതണം എന്നൊന്നും അന്നൊന്നും അറിയില്ലായിരുന്നു. അങ്ങനെ പലരും നമ്മളെ സമീപിക്കുകയും ഒക്കെ ചെയ്തു. പക്ഷെ അവരൊക്കെ കുറെ കാര്യങ്ങൾ ഇതിലൊക്കെ ചെയ്തെങ്കിൽ പോലും അത് ഒരു പൂർണ്ണമായ രൂപത്തിലാവുകയില്ല എന്ന് എനിക്ക് ബോധ്യമായതുകൊണ്ടാണ് ഞാനത് എഴുതാൻ തുടങ്ങിയപ്പോൾ അതിന്റെ നമ്മുടെ അനുഭവങ്ങൾ പിന്നെ നേരത്തെ അലിക്ക പറഞ്ഞ പോലെ മാനജീരിയുടെ ആ പഴയ കാര്യങ്ങൾ ഇങ്ങനെ വിരൽത്തുമ്പിൽ ഇങ്ങനെ വന്ന് പെടുന്നത് പോലെ എനിക്കും അത് അനുഭവപ്പെടും. അപ്പൊ ഒരു കാര്യം നമ്മുടെ ഉള്ളിൽ നിന്നുള്ള കാര്യം മറ്റുള്ളവരെ കൊണ്ട് എഴുതിപ്പിക്കുന്നതിനേക്കാൾ നല്ലത് നമ്മൾ സ്വയം എഴുതുന്നതാണ് എന്ന് എനിക്ക് ബോധ്യമായ ഒരു സംഗതിയായിരുന്നു. ഏതായാലും അലിക്കാരെ സംബന്ധിച്ചിടത്തോളം സാമൂഹ്യ മേഖലയിൽ നിരന്തരമായി ഇടപെടുന്ന ഒരാളാണ് അദ്ദേഹം. പിന്നെ വാട്സപ്പിലൂടെയും പിന്നെ മറ്റ് സോഷ്യൽ മീഡിയകളിലൊക്കെ നിറഞ്ഞു നിൽക്കുന്ന ഒരു വ്യക്തിത്വമാണ് മാറഞ്ചേരിയെ കുറിച്ചൊക്കെ ചെറിയ കുറിപ്പുകൾ അദ്ദേഹം ഫേസ്ബുക്കിലും മറ്റൊക്കെ എഴുതുമ്പോൾ പലപ്പോഴും പലരും അത്ഭുതപ്പെട്ടിട്ടുണ്ട്. ഒരിക്കൽ ചന്ദ്രവാസം മാഷനെ അത് ഇങ്ങനെയൊക്കെ ഉണ്ടായോ, ഇങ്ങനെയുള്ള പെരുന്നാളാഘോഷം ഓണാഘോഷം ഒക്കെ അദ്ദേഹം പറയുകയുണ്ടായി, ചില കുറിപ്പുകളിലൊക്കെ പറയുകയുണ്ടായി. ഏതായാലും ഇവിടെ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് മാറഞ്ചേരി ഒരു പ്രാദേശിക ചരിത്രകാരന്മാരുണ്ടാവുക എന്നുള്ളത് ഒരു പ്രദേശത്തിന് പ്രധാനപ്പെട്ട സംഗതിയാണ്. ഇവിടെ നമ്മളെ പിന്നെ കുഞ്ഞാർക്കാരും ഒക്കെ ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ പറയുകയായിരുന്നു. പക്ഷെ അതൊന്നും ലിഖിത രൂപത്തിൽ നമുക്ക് കിട്ടിയിട്ടില്ല. പലപ്പോഴും പല കഥകളും പലരുടെയും അത് അവരുടെ പിന്നെ മരണത്തോടു കൂടി അസ്തമിക്കുകയാണ് ചെയ്തത്. ഈ പ്രാദേശിക ചരിത്ര പഠനം എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട പഠന ഭാഗമായിട്ട് ഇന്ന് വളർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അവരെ മുമ്പത്തെയുള്ള നമ്മളെ ഈ മാർജൻ ഇപ്പൊ ഇവിടെ നിൽക്കുന്നത് നമ്മളൊക്കെ ചെറുപ്പകാലത്ത് ഇവിടെ ഈ പിന്നെ അങ്ങാടിയിൽ മത്സ്യം വാങ്ങാൻ വരുമ്പോ ആ ചെറുപ്പത്തിലുള്ള ആ ഓർമ്മ ഇവിടെ ഉണ്ട്. പക്ഷെ അതൊന്നും ആരും എഴുതുകയോ പറയുകയോ രേഖപ്പെടുത്തുകയോ ചെയ്യുന്നില്ല. അപ്പൊ ഇങ്ങനെയുള്ള പ്രാദേശികമായ അനുഭവങ്ങളുടെ എഴുത്തുകൾ ഉണ്ടാകേണ്ടിയിരിക്കും. അതിന് ഇവിടെയുള്ള ഇതിപ്പോ എന്താ പറയാ, ആരെങ്കിലും സാഹിത്യവാസന ഉള്ളവർ മാത്രം ചെയ്യേണ്ട ഒരു സംഗതി അല്ല.
ഇത് അനുഭവങ്ങൾ മനസ്സിലുള്ളവരെല്ലാവർക്കും എഴുതാവുന്ന ഒരു സംഗതി തന്നെയാണ്. നേരത്തെ നജീബ് സൂചിപ്പിച്ച ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞുകൊണ്ട് ഞാൻ അവർക്ക് അവസരിപ്പിക്കും. ഈ സർഗാത്മക രചനകൾക്ക് ഇന്ന് ഒരുപാട് പ്ലാറ്റ്ഫോമുകളുണ്ട്. സർഗാത്മക രചന എന്ന് പറഞ്ഞാൽ കഥ, കവിത, ഇതൊക്കെ ഉള്ള ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഇതിപ്പോ ചാറ്റ് പിടിക്കോ അല്ലെങ്കിൽ അങ്ങനെയുള്ള സംഗതിക്കോ ഒരു വിഷയം കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കൊണ്ടുവരും. പക്ഷെ നമ്മുടെ അനുഭവങ്ങൾ നമുക്ക് കുറിക്കാൻ അങ്ങനെ പറ്റില്ല. അനുഭവങ്ങൾ കുറിക്കണമെങ്കിൽ നമ്മൾ തന്നെ അത് ആർക്കാണ് അനുഭവം ഉണ്ടായിട്ടുള്ളത് ആ അനുഭവമുള്ള ആളുകൾ തന്നെ അത് എഴുതി കൊണ്ടുവരും. അങ്ങനെയുള്ള ഒരു ശ്രമമാണ് അലിക്ക ഇവിടെ നടത്തിയിട്ടുള്ളത്. ഇവിടെ അദ്ദേഹത്തിന്റെ ഈ 1950കളിൽ 69കളിലും ഒക്കെ ഉണ്ടായ മാറഞ്ചേരിയെ കുറിച്ചും അതിങ്ങനെ അബുദാബി പോയപ്പോഴും മാറഞ്ചേരിയിൽ വരുമ്പോഴുണ്ടായ കുറെ കാര്യങ്ങളെ കുറിച്ചും അബുദാബിയിലുണ്ടായ തന്റെ ജോലിയിൽ ഉണ്ടായ സമയത്ത് ഓരോ പടവുകളും കയറി ഇറങ്ങിയതൊക്കെ അദ്ദേഹം ഇവിടെ വിവരിക്കുകയുണ്ടായി. അത് വളരെ ഹൃദയസ്പർശിച്ചാണ്. ആ സംഗതികള് രേഖപ്പെടുത്തുക. ഇവിടെ അങ്ങനെയുള്ള കുറെ കഥകൾ പറയാം. അധ്യക്ഷൻ വഹിക്കുന്ന മുഹമ്മദ് ഇഖാഖുണ്ടോ, എത്രയോ കാലമായി അദ്ദേഹം പ്രവാസ ജീവിതം നയിക്കാൻ നാട്ടിലെ പ്രവർത്തനങ്ങളും സജീവമാണ്. അതുപോലെ തന്നെ അലിക്ക അടക്കമുള്ള കുറെ ആളുകൾ ഇവിടെ ഉണ്ട്. അവർക്കൊക്കെ ഒരുപാട് അനുഭവങ്ങളുണ്ടാവും. ആ അനുഭവങ്ങൾ ഒന്നുകിൽ അത് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുത്തുകൊണ്ട് അത് രേഖപ്പെടുത്തുക, അല്ലെങ്കിൽ സ്വയം തന്നെ എഴുതുക. അങ്ങനെ കുറെ മാറഞ്ചേരിയെ കുറിച്ച് നമ്മുടെ പ്രദേശത്തെ കുറിച്ചുള്ള ഒരു ചരിത്ര രേഖ നമ്മൾ എന്ത് ചെയ്യണം? ഇങ്ങനെ രേഖപ്പെടുത്തിക്കൊണ്ട് നമ്മൾ പോയാൽ അത് ഈ നാട്ടുകാരെ സംബന്ധിച്ചിടത്തോളം വരാൻ പോകുന്ന തലമുറക്ക് അതൊരു നല്ല ഒരു റെഫറൻസ് ഗ്രന്ഥമാകും. അതുകൊണ്ട് ഞാൻ ഈ വേളയിൽ ഒരു കാര്യം പറയുകയാണ്. ഇവിടെ മാറഞ്ചേരിയെ കുറിച്ചുള്ള ഒരു സമഗ്രമായ ഒരു ചിത്രം ഉള്ള ആളുകളാണ് ഇവിടെ കൂടിയിട്ടുള്ളത്. ഒരു വ്യത്യസ്ത മേഖലയിലുള്ളവരാണ് ഇവിടെ ഉള്ളത്. അവരെല്ലാവരും കൂടി മാറഞ്ചേരിയുടെ വ്യത്യസ്തമായ അനുഭവക്കുറിപ്പുകൾ എഴുതിയ ഒരു പ്രധാനപ്പെട്ട പുസ്തകം എഴുതുകയാണെങ്കിൽ അത് ഒരു റെഫറൻസ് ഗ്രന്ഥമായി മാറും. ഇപ്പൊ പൊന്നാനിക്കാരെ എല്ലാവരും കൂടിയിട്ട് നവൈത്തു എന്ന് പറയുന്ന പൊന്നാനിയുടെ നോമ്പോർമ്മകൾ എന്ന് പറഞ്ഞ് 50ഓളം ലേഖകന്മാരെ എഴുതിയ, സ്ത്രീകളടക്കമുള്ള ആളുകൾ എഴുതിയ ഒരു നല്ല പുസ്തകം നവൈത്തു എന്ന് പറഞ്ഞ ഇപ്പൊ കഴിഞ്ഞ ദിവസം പ്രകാശനം ചെയ്യുകയുണ്ടായി.